വളരെ ചുരുങ്ങിയ സംരംഭത്തിലാണ് ഈ ഉദ്ഘാടന സെഷൻ നടക്കുന്നത്. ഈ വേദി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട UAE നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ഹക്കീം ഫൈസിയാണ്. ഉസ്താദ് അവരെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ, ഈ പരിപാടിയിൽ നമുക്ക് ദുആ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച സുന്നി കൗൺസിൽ പ്രസിഡന്റ് ബഹുമാന്യനായ സെയ്ദ് പൂക്കോയ തങ്ങളെയും ഈ വേദിയിലേക്ക് ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ അല്ലൈൻ സുന്നി സെന്റർ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ EK മൊഹീദ്ദീൻ ഹാജി അവറുകളാണ്. അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ ശിഹാബുദ്ദീൻ തങ്ങൾ, കാസിം കോയ തങ്ങൾ, ബാലവി, അതുപോലെ മറ്റു നേതാക്കന്മാർ, നമ്മുടെ SKSSF-ന്റെയും സുന്നി സെന്ററുകളുടെയും KMCC-യുടെയും നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, വളണ്ടിയേഴ്സ്, എല്ലാവരെയും ഒറ്റവാക്കിൽ അല്ലൈനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മത്സരാർത്ഥികളെ, പ്രത്യേകിച്ച് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും വിവിധ സോണുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ ഉസ്താദുമാരെയും രക്ഷിതാക്കളെയും ഞങ്ങൾ അല്ലൈനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹക്കീം ഫൈസി അവരെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സർഗലയം 2017 പ്രൗഢമായ വേദിയുടെ ഉദ്ഘാടന കർമ്മം അഭിവന്ദനായ സുന്നി യൂത്ത് സെന്ററിന്റെ അല്ലൈൻ സുന്നി സെന്ററിന്റെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി EK മൊഹീദ്ദീൻ ഹാജി അവറുകൾ നിർവഹിക്കുന്നു. അഭിമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസിന ബില്ലാഹി മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫൈദി അവറുകളെ, ഞങ്ങളുടെ വന്ദനായ പ്രസിഡന്റ് പൂക്കോയ തങ്ങൾ അവറുകളെ, കാസിം കോയ തങ്ങൾ, ശിഹാബുദ്ദീൻ തങ്ങൾ, സദസ്സിലും വേദിയിലുള്ള പ്രഗത്ഭരായ സഹോദരന്മാരെ, സർഗലയം 2017 എന്ന ഈ മഹത്തായ കലാപരിപാടി അലൈനിൽ വച്ച് നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അലൈൻ സുന്നി സെന്ററിനും അതിൻ്റെ ഭാരവാഹികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ചുക്കാൻ പിടിക്കുന്ന നേതാക്കന്മാരുടെ അഭിനിവേശം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബൗദ്ധികമായ നൈസർഗികമായ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ദാറുൽ സ്കൂളിൽ വെച്ചൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ ആ കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ സനാതനമായ നൈസർഗികമായ വാസനകളെ പരിപോഷിപ്പിക്കാൻ, അതാണ് പിൽക്കാലത്ത് ഭൗതികമായ അവരുടെ പുരോഗമനത്തിന് എന്നും നിദർശനമാകുന്നത്. ബുദ്ധിപരമായ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ അവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഈ സർഗബോധത്തെ അതിന് നമ്മളെപ്പോഴും അതിനെ ഉജ്ജ്വലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമസ്ത കേരള SKSSF UAE നാഷണൽ കമ്മിറ്റി നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ശ്ലാഘനീയമായ ഒരു പരിപാടിയാണ്. അതിന് ആതിഥ്യം വഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കൂടുതൽ നീട്ടി പറയാതെ ഈ പരിപാടി ഒരു മഹത്തരമായ പരിപാടിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന ഈ വേദി സമ്പന്നമാവണം. എല്ലാവരും നിർഭരമായ ഒരു സദസ്സായി ഇത് കാണണം. മഹാനായ ഉസ്താദ് ഷെയ്ഖുന അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ അവരുടെ മഹത്തായ സന്നിധാനം കൊണ്ട് എല്ലാ കാലത്തും അനുഗ്രഹം നേടിയിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് അലൈൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈ പരിപാടിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഈ പരിപാടി വിദൂരതയിൽ നിന്ന് വീക്ഷിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഈ പരിപാടി എല്ലാവിധ ഈ ഒരു ഉജ്ജ്വലമായ ഒരു പരിപാടിയാക്കിക്കൊണ്ട് അലൈനിലെ മലയാളി മുസ്ലിങ്ങൾക്ക് എന്നും ഒരു സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയായിക്കൊണ്ട് തുടരാനും പര്യവസാനിപ്പിക്കാനും തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന
എന്ന ഖുർആൻ വാക്യം സൂക്തം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉദ്ഘാടന വേദി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം നമ്മുടെ മത്സര പരിപാടിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന വേദി ഇവിടെ സമാപിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കാസിം തങ്ങൾ 2 വാക്കിലൂടെ ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള സഹോദരന്മാരെ, നഅ്മാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നേതാക്കളെ, മത്സരാർത്ഥികളെ, സംഘാടകരെ, നമ്മുടെ പരിപാടി ഏകദേശം വൈകിട്ടാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സരങ്ങൾ പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട്. അതിനാൽ എല്ലാ ടീം മാനേജർമാരും മത്സരാർത്ഥികളും നമ്മുടെ പരിപാടികളുമായി പൂർണ്ണമായി സഹകരിക്കുക. നമ്മുടെ ഈ സർഗലയം SKSF UAE നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ ഗൾഫ് സത്യധാരയുടെ ബാനറിൽ നടത്തപ്പെടുന്ന ഈ കലാസാഹിത്യ മത്സരം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു വേദിയായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. 2 വർഷം മുമ്പ് നാം നടത്തിയത് റാസൽ കൈമയിലെ ഒരു സ്കൂളിൽ വെച്ചായിരുന്നു. അതിനേക്കാൾ ഏറെ മികവോടെ നടത്താൻ, ഇത് പരിപൂർണ വിജയത്തിലെത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരിപാടികൾ 5 വേദികളിലായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ വേദി ഈ മെയിൻ സ്റ്റേജ് തന്നെ, രണ്ടാമത്തത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻഡോർ സ്റ്റേജാണ്, മൂന്നാമത്തത് അതിൻ്റെ സൈഡിലുള്ള ഒരു ഹാൾ, പിന്നെ 2 വേദികൾ ഈ മുമ്പാകത്ത് കാണുന്നതാണ്. നമ്മുടെ ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത് സ്കൂളിൻ്റെ അകത്താണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നാർലുദ സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ഈ ഈ പരിപാടിക്കുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടീം അംഗങ്ങൾക്കുള്ള റിഹേഴ്സലിനും മറ്റും അവിടെ നമ്മുടെ 10 സോണുകളിൽ നിന്ന് വരുന്ന മത്സരാർത്ഥികൾക്ക്, ഗ്രൂപ്പിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് റിഹേഴ്സൽ നടത്താൻ വേണ്ടി നാം അവിടെ ഓരോ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടികൾ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ UAEയുടെ വിവിധ മേഖലകളിൽ നിന്ന്, റാസൽ കൈമ മുതൽ അബുദാബിയിൽ നിന്ന് വരെയുള്ള മത്സരാർത്ഥികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. 2 മണിക്കൂറിലധികം യാത്ര ചെയ്താണ് അധിക പേരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ കൃത്യസമയം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ടീം മാനേജർമാരും അസിസ്റ്റന്റ് ടീം മാനേജർമാരും മത്സരാർത്ഥികളും സ്റ്റേജ് കോർഡിനേറ്റർമാരെല്ലാവരും വളരെയധികം പ്രയത്നിച്ചാലേ ഈ പരിപാടി നമുക്ക് കൃത്യസമയത്തിനുള്ളിൽ തീർക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സേവനം ചെയ്യാൻ 100-ൽ പരം വളണ്ടിയേഴ്സ് ഉണ്ട്, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ടീം മാനേജർമാരും ഇപ്പോൾ അവിടെ എത്തി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്യണം. കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഈ മത്സരത്തിലേക്ക് സബ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന വേദി സമാപിക്കുകയാണ്. നന്ദിക്ക് വേണ്ടി ഹുസൈൻ മൗലവി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ونحن في نهاية هذه الجلسة نذكر بوافر الغبطة والسرور الدعم والمساندة التي قام بها رئاسة هذه الدولة على رئاسة
الوالد المغفور له الشيخ زايد بن سلطان آل نهيان رحمه الله، خاصة رئيس الدولة الشيخ خليفة بن زايد آل نهيان وإخوانه قائد القوات المسلحة الشيخ محمد بن زايد آل نهيان وشيخ محمد بن راشد آل مكتوم حاكم دبي وجميع حكام الإمارات. كما نرفع أسماء آيات التهاني والتبريكات للدعم والمساندة التي قام بها النادي السودان لتحقيق نجاح هذه الجلسة الأدبية، خاصة أستاذ أمير أحمد وإخوانه وجميع إدارة النادي السوداني، وندعو الله لمزيد التوفيق لنجاح هذه الأنشطة والفعاليات الأدبية التي ستقام في هذه الرحاب إن شاء الله. ولا أطيل، وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ഹുസൈൻ മൗലവി നന്ദി പ്രകാശിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പ്രകാശനം മാത്രമാണ് നിർവഹിക്കുന്നത്. നമുക്ക് പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ചെയർമാൻ സെയ്ദ് പൂക്കോയത്തങ്ങൾ, അതുപോലെ എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചായി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും.